2025 ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും വൈറലായിട്ടുള്ള ഒരു കണ്ടന്റ് ആയിരുന്നു ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ്. ഇത് റിലേറ്റഡ് ആയിട്ട് നമ്മൾക്കും കുറെ DMs വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ 7 days ആന്റി ഇൻഫ്ലമേറ്ററി ചാലഞ്ച് എടുക്കാൻ പറ്റുമോ, ഈ ഫുഡ് കഴിച്ചാൽ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ പറ്റുമെന്ന്. പക്ഷെ ലെറ്റ് മീ ബി ക്ലിയർ, ഇതെല്ലാം നോൺസെൻസ് ആണ്. ഇതെല്ലാം ഒരു കൈൻഡ് ഓഫ് ഹെൽത്ത് ട്രിക്സ് ആണ്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദാറ്റ്. ഒരു പെർട്ടിക്കുലർ ഫുഡ് നമുക്ക് ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്നില്ല. അതേപോലെ തന്നെ ഒരു ഡയറ്റോ ഒരു ചാലഞ്ച് വഴിയോ നമുക്ക് നമ്മുടെ ഈ ഇൻഫ്ലമേഷൻസ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. പല ഡെയിലി ഹാബിറ്റ്സ് വഴിയും നമുക്ക് ക്രോണിക് ആയിട്ട് ഇൻഫ്ലമേഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് ആ ഹാബിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പേഴ്സണലി കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്ട്രെസ്, ലാക്ക് ഓഫ് മൂവ്മെന്റ്, ആൽക്കഹോൾ, സ്മോക്കിംഗ്, അതേപോലെ ഓവർ ഈറ്റിംഗ്. ഈ ഫാക്ടേഴ്സ് ഒന്നും കൺസിഡർ ചെയ്യാതെ നമ്മളൊരു സ്മൂത്തി എടുത്തോണ്ടോ അല്ലെങ്കിൽ ഒരു പൗഡേഴ്സ് യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വയറ് ഡയറ്റ് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടോ നമുക്ക് ഇൻഫ്ലമേഷൻ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ എന്തൊക്കെയാണ് ആന്റി ഇൻഫ്ലമേറ്ററി ലിവിങ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിസിക്കലി ആക്റ്റീവ് ആവാം. അതിപ്പോ വാക്കിംഗ് ആവാം, ജോഗിംഗ് ആവാം. ഇതുവഴി നിങ്ങൾക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആവാനും ഒപ്പം സ്ട്രെസ് ഹോർമോൺസിനെ റെഡ്യൂസ് ചെയ്ത് ഇൻഫ്ലമേഷൻസ് റെഡ്യൂസ് ചെയ്ത് ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇനർ സ്ലീപ്പാണ്. ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ബോഡി ഡാമേജസ് എല്ലാം റിപ്പയർ ചെയ്യുന്നത്. സോ പ്രോപ്പർ ആയിട്ട് ഉറങ്ങുമ്പോൾ നമ്മുടെ ഇൻഫ്ലമേഷൻസ് കുറയാനും ഇത് ഹെൽപ്പ് ചെയ്യും. ദെൻ സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇൻഫ്ലമേഷൻസിന് ഇത് നല്ല രീതിയിൽ ട്രിഗർ ചെയ്യും. അപ്പൊ ബെറ്റർ ഇത് ക്വിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഗൈസ് പ്ലീസ് 2026 ഇങ്ങനെയുള്ള ഹെൽത്ത് ട്രിക്കിൽ നിങ്ങൾ വീഴാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ മതി. ഒരു ആന്റി ഇൻഫ്ലമേറ്ററി മീൽ കൊണ്ട് നിങ്ങളുടെ ഉറക്കം പ്രോപ്പർ ആവണമെന്നില്ല. അതേപോലെ ഒരു 7 days ചാലഞ്ച് കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ഇയേഴ്സ് ആയിട്ടുള്ള ഡാമേജ് സോൾവ് ആക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്റ്റിക്ക് ടു ഹാബിറ്റ്, സ്റ്റിക്ക് ടു കൺസിസ്റ്റൻസി. ദാറ്റ് ഈസ് റിയൽ ആന്റി ഇൻഫ്ലമേറ്ററി ലിവിംഗ്. ഇഫ് യു എഗ്രി, ഡ്രോപ്പ് എ തംസ് അപ്പ്. ഇതുപോലെ ഹെൽത്ത് ട്രിക്കിൽ വീണ് പോയിട്ടുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കണ്ട.